മനുഷ്യന്മാർക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ, അതോ മൃഗങ്ങൾക്ക് റൈറ്റ് ഉണ്ടോ? ഈ മനുഷ്യൻ എന്ന് പറയുന്ന പേഴ്സൺ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പം ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ, അതോ മരിച്ചുപോയ ആൾക്കാർക്ക് റൈറ്റ് ഉണ്ടോ, ഡെഡ് പേഴ്സൺ റൈറ്റ് ഉണ്ടോ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ ഈ പറയുന്ന കോൺസെപ്റ്റ് ഭാഗമായിട്ട് വരും. അപ്പം നമുക്ക് എന്താണ് അതിനെ കൂടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് പോകാം. റൈറ്റ്സും ഡ്യൂട്ടീസും ഉള്ള എൻറ്റിറ്റീസിനാണ് നമ്മൾ പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. ഈ പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എഗെയിൻ ഒരു ബൈഫർക്കേഷൻ ഉണ്ട്. അതിന് പേഴ്സൺസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് നാച്ചുറൽ പേഴ്സൺ എന്നും ഒന്ന് ലീഗൽ പേഴ്സൺ എന്നും. അപ്പോൾ നമുക്ക് തൽക്കാലം നാച്ചുറൽ പേഴ്സൺസിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം, ലീഗൽ പേഴ്സൺസ് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. അപ്പോൾ നോക്കൂ, നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽസിന് റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. ഇപ്പം നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉള്ളത്, സ്ലേവ്സ് നമുക്കറിയാം, അടിമത്തം ഇപ്പോൾ ഇല്ല, പണ്ടുണ്ടായിരുന്നു. അടിമകൾക്ക് റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ടായിരുന്നോ? അടിമകളെ പേഴ്സൺസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു? നമുക്ക് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, സ്ലേവ്സിന് എന്തുണ്ടായിരുന്നില്ല? ചോയ്സ് മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഓണർഷിപ്പ്, സ്ലേവ്സിൻ്റെ ഓണർഷിപ്പ് വേറെ ആൾക്കാരിലായതുകൊണ്ട് അവർക്ക് റൈറ്റ്സ് ഉള്ളതായി പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ലേവ്സിനെ പേഴ്സൺസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും സ്ലേവ്സ് കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് എന്തുണ്ടല്ല, റൈറ്റ്സ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവർക്ക് പേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കൺഫർ ചെയ്തിരുന്നില്ല. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് കമ്പാരിസൺ ആണ്. അതായത് നമുക്ക് ആ ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെഡ് പേഴ്സൺ എന്ന് പറയുന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നോക്കൂ, ആനിമൽസിന് എന്താണ് പേഴ്സണാലിറ്റി ഉണ്ടോ? ആനിമൽസിനെ പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നോക്കൂ, ആനിമൽസും നമ്മൾ ഇൻഡിവിജ്വൽസിനെ പോലെ നാച്ചുറൽ ആണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള ബീയിങ് ആണ് ആനിമൽസ്. പക്ഷെ അതിനെ പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ലോയിൽ. കാരണം ആനിമൽസിനെ ലോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റൈറ്റ് ഉള്ള എൻറ്റിറ്റീസ് ആയിട്ടല്ല. ആനിമൽസിന് റൈറ്റ്സ് ഇല്ല, ആനിമൽസിന് ഡ്യൂട്ടീസും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സൺ ആവണമെങ്കിൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ടാവും. നമ്മൾ പിന്നെ എങ്ങനെയാണ് ആനിമൽസിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പം നമ്മൾ ചിന്തിക്കും, ആനിമൽസിന് എഗൻസ്റ്റ് ആയിട്ട് ക്രൂവൽറ്റി ഉണ്ടാകുമ്പോൾ എന്താണ്? ശരിയാണ്. അപ്പം ആനിമൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹേർട്ട് ചെയ്യാൻ പറ്റും. ആനിമൽസിനെതിരെ ക്രൂവൽറ്റി കമ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിനെ എങ്ങനെ കാണണം? നമ്മൾ ആനിമൽസിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ക്രൂവൽറ്റിയെ അല്ലെങ്കിൽ ആനിമൽസിനെ ഹേർട്ട് ചെയ്യുന്നു, അതിനെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഓണറോട് ചെയ്യുന്ന ഒരു കുറ്റമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ട്, അല്ലെങ്കിൽ മാൻകൈൻഡ് മൊത്തം മാൻകൈൻഡിന് മനുഷ്യനും അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് സൊസൈറ്റിക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളതുപോലെ ആനിമൽസിനും അതിലൊരു പ്രോപ്പർട്ടിയാണ്, അതിനെ നശിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെ. അപ്പം ഒന്നില്ലെങ്കിൽ ആനിമലിന്റെ ഓണർക്ക് അഗൻസ്റ്റ് ആയിട്ട്, സൊസൈറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആസ് എ മാൻകൈൻഡ് ഹോൾ, ആ മാൻകൈൻഡിന് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഒഫൻസ് ആയിട്ട് പരിഗണിക്കുക എന്നതിനപ്പുറം ആനിമൽസിനോട് ചെയ്യുന്ന തെറ്റായിട്ട് അല്ലെങ്കിൽ ആൻ ഒഫൻസ് ബീങ് കമ്മിറ്റഡ് അഗൻസ്റ്റ് ആനിമൽ എന്ന രീതിയിലേക്ക് ഒരു കൺവെൻഷണൽ ലീഗൽ തോട്ട് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു നിലവിൽ സിസ്റ്റത്തിനകത്ത് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ റീസെൻ്റ്ലി ഈ പറയുന്ന പോലെ നമുക്ക് ആനിമൽസിന് ഒരു പേഴ്സണാലിറ്റി കൺഫർ ചെയ്യാൻ പറ്റുമോ? അത്തരം ഡിബേറ്റുകൾ, അവർക്ക് റൈറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അത്തരം ഡിബേറ്റുകൾ നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. അതിലേക്ക് ഇപ്പം പോകുന്നില്ല. അപ്പം നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആനിമൽസിന് റൈറ്റ്സ് ഇല്ല എന്ന്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനിമൽസിന് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ക്രൂവൽറ്റി അത് ഒഫൻസ് ആയിട്ട് പണിഷബിൾ ആയിട്ട് നിലവിലുണ്ട്. That offense is treated to have been committed against the interest of the society, not against the interest of that particular animal. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സാഹചര്യം കണ്ടു, ആനിമൽസിന്റെ ക്രൂവൽറ്റിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ലോ ഡീൽ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം,
നമുക്കറിയാം ഇപ്പൊ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചില ട്രസ്റ്റുകളൊക്കെ രൂപീകരിക്കപ്പെടും. ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേതെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ആനിമൽസിന് അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രസ്റ്റുകളൊക്കെ രൂപപ്പെടും. അങ്ങനെയുള്ള സിറ്റുവേഷൻസും ലോയിൽ പെർമിസിബിൾ ആണ്. സോ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ആനിമൽ, രണ്ട് ട്രസ്റ്റ് ഫോംഡ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ആനിമൽ. ഈ രണ്ട് കാര്യങ്ങളും ലീഗലി പെർമിസിബിൾ ആണെങ്കിൽ പോലും അപ്പോൾ പോലും എന്താണ്, ഒരു പേഴ്സണാലിറ്റി ഉള്ള പേഴ്സൺ കാറ്റഗറിയിൽ വരുന്ന എൻറ്റിറ്റി ആയിട്ട് ആനിമൽസിനെ ലീഗലി കൺസിഡർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ഈ പറഞ്ഞതുപോലെ ആനിമൽസിന് എന്താണ് റൈറ്റ്സ് ഇല്ല, അതിന്റെ റൈറ്റിന്റെ ഓണർഷിപ്പ് ഇല്ല. പക്ഷെ റൈറ്റിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആനിമൽസിനെ കൺസിഡർ ചെയ്യാമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ ലേറ്റർ നമ്മൾ റൈറ്റ്സിനെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്ക് വരും. അപ്പൊ നമ്മൾ ലിവിങ് പേഴ്സന്റെ കാര്യം പറഞ്ഞു, നാച്ചുറൽ പേഴ്സന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ആനിമൽസിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത് നമ്മളിത് മനസ്സിലാക്കുന്നത് ഡെഡ് പേഴ്സന്റെ റൈറ്റ്സ് ഉണ്ടോ, ഡെഡ് പേഴ്സൺ ആണോ അല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ തുടക്കത്തിൽ വെച്ച് വാക്കുണ്ട് പേഴ്സണാലിറ്റി ഞാൻ പറഞ്ഞ നോർമലി നമ്മൾ മനസ്സിലാക്കുന്ന പേഴ്സണാലിറ്റി ഉണ്ട്, ലീഗൽ പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇൻ ദ ലൈറ്റ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പൊ നമ്മൾ ലീഗലി പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ബർത്തിനും ഡെത്തിനും ഇടയ്ക്കാണ് അവർക്ക് പേഴ്സണാലിറ്റി ഉള്ളത്. ലീഗലി സ്പീക്കിംഗ് പേഴ്സണാലിറ്റി ബിഗിൻസ് വിത്ത് ബർത്ത് ഓഫ് എ പേഴ്സൺ ആൻഡ് എൻഡ്സ് വിത്ത് ഹിസ് ഡെത്ത്. അപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കാണ് പേഴ്സണാലിറ്റി ഉള്ളത്. അതിനു മുമ്പോ അതിനുശേഷമോ പേഴ്സണാലിറ്റി ലീഗലി കൺഫർ ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയും എന്താണ്, ഈ പറയുന്ന ഡെഡ് പേഴ്സണ് എന്തില്ല, പേഴ്സണാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഡെഡ് പേഴ്സൺ എന്തല്ല, ഒരു ലീഗൽ പേഴ്സൺ അല്ല. ലീഗൽ പേഴ്സൺ ഇൻ ദ സെൻസ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വരും, ഡെഡ് പേഴ്സണ് അല്ലെങ്കിൽ ഡെഡ് പേഴ്സണിന്റെ ഇൻട്രസ്റ്റുകൾക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും ലോയിലില്ലേ? ആൻസർ ഉണ്ട്. എന്താണ്, ഡെഡ് പേഴ്സണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിന്റെ ഡിസയേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റുകൾ അത് പിന്നീട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടേക്കാം അല്ലെ. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അദ്ദേഹത്തിന്റെ മരണശേഷം എങ്ങനെയായിരിക്കണമെന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് തോന്നിയിരുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കപ്പെടും. നമുക്കറിയാം എന്താണ്, വില്ല് എഴുതി വെക്കും. പ്രോപ്പർട്ടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അദ്ദേഹം സമ്പാദിച്ച പ്രോപ്പർട്ടി മരിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു വില്ല് എഴുതി വെച്ചാൽ അതുപോലെ കാര്യങ്ങൾ നടക്കും. അത് ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് അയാളുടെ ജീവിതകാലത്തുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പിന്നീട് നടപ്പിലാക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ വില്ല് എന്ന് പറയുന്ന സമ്പ്രദായം അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റമെന്ററി സക്സഷൻ എന്ന് പറയുന്ന രീതിയിൽ അത് ലോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ആഗ്രഹം നമ്മൾ നടപ്പിലാക്കുന്നത് പോലെ തന്നെ ഡെഡ് പേഴ്സന്റെ ബോഡി അല്ലേ, ഡെഡ് പേഴ്സന്റെ ബോഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻഡീസെന്റ് ആയിട്ട് ആ ബോഡിയെ നമുക്ക് ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഡീസെന്റ് ബെറിയൽ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഡെഡ് പേഴ്സന്റെ ബോഡിക്ക് ഡീസെന്റ് ബെറിയൽ കിട്ടണം എന്ന് പറയുന്നത് അത് ഒരു സാമാന്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ് എന്ന രീതിയിൽ കാണാം. ആ അവകാശം എന്ന് കാണുമ്പോഴും അതൊരു ലിമിറ്റഡ് സെൻസിൽ മാത്രമാണ് എന്താണ്, ഡെഡ് പേഴ്സന്റെ ബോഡി ഒരു ഡീസെന്റ് ബെറിയൽ കിട്ടുന്ന രീതിയിൽ ആയിരിക്കണമെന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം അതോടൊപ്പം വരുന്നത്, ഡെഡ് പേഴ്സന്റെ ബോഡി അല്ലെങ്കിൽ നമ്മൾ കോപ്സ് എന്ന് പറയും, അത് ആരുടെയെങ്കിലും പ്രോപ്പർട്ടി ആണോ? നമുക്ക് മനസ്സിലാക്കാം, ബോഡി ഓഫ് എ പേഴ്സൺ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോപ്സ് ഈസ് നോബഡീസ് പ്രോപ്പർട്ടി. അത് ആരുടെയും പ്രോപ്പർട്ടി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീസെന്റ് ബെറിയൽ കൊടുക്കുക എന്ന് മാത്രമാണ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന എന്തെങ്കിലും താല്പര്യം ബാക്കിയുണ്ടെങ്കിൽ അത്. അപ്പം പ്രോപ്പർട്ടിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോപ്സ് ഓഫ് എ പേഴ്സൺ അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമതൊരു കാര്യമുള്ളത് റെപ്യൂട്ടേഷനാണ്. ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പ്രവർത്തികൾ കൊണ്ട് സമ്പാദിച്ചിരിക്കുന്ന റെപ്യൂട്ടേഷൻ നമുക്ക് ഹാം ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരെ ഡിഫെയിം ചെയ്യാൻ പറ്റില്ല. ആ ഡിഫമേഷൻ അത് ആ ഡെഡ് പേഴ്സൺ അഗൈൻസ്റ്റ് ആയിട്ട് മാത്രമല്ല, ആ ഡെഡ് പേഴ്സനെ
റിലേറ്റഡ് ആയിട്ട് ലിവിങ് പേഴ്സൺസ് വേറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ ഫാമിലി ഉണ്ടാവാം, ഫ്രണ്ട്സ് ഉണ്ടാവാം, മറ്റ് ആൾക്കാരുണ്ടാവാം, അവർക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള റോങ് ആയിട്ട് ഇവിടെ മാറും. സോ ഡിഫമേഷൻ പറ്റത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഡെഡ് പേഴ്സൺ സംബന്ധിച്ചിടത്തോളം ഡെഡ് പേഴ്സൺ ഈസ് നോട്ട് എ പേഴ്സൺ ഇൻ ദ ഐ ഓഫ് ലോ, ബട്ട് ദർ ആർ സർട്ടൻ എലിമെന്റ്സ് ഓഫ് ലോ വിച്ച് ഗിവ് സം കൺസിഡറേഷൻ ടു ഹിസ് ബോഡി, ടു ഹിസ് പ്രോപ്പർട്ടി ആൻഡ് ടു ഹിസ് റെപ്യൂട്ടേഷൻ. ഇതാണ് ഡെഡ് പേഴ്സൺ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓർത്തു വെക്കാം, ഡെഡ് പേഴ്സൺസിന്റെ ബോഡി ഈസ് നോബഡീസ് പ്രോപ്പർട്ടി എന്നൊരു കോൺസെപ്റ്റിലാണ് ലോ ഉള്ളത്. അപ്പൊ നോക്കൂ, നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങി. നാച്ചുറൽ പേഴ്സണിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഓർഡിനറി സെൻസിൽ നമ്മൾ പേഴ്സൺ എന്ന വാക്ക് മനസ്സിലാക്കുന്നതും ലീഗൽ സെൻസിൽ മനസ്സിലാക്കുന്നതും എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആനിമൽസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വെദർ ദ ആനിമൽസ് ഹാവ് ദ പേഴ്സണൽ സ്റ്റാറ്റസ് അത് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ സംസാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഡെഡ് പേഴ്സന്റെ കാര്യം പറഞ്ഞു. ഇതോടെ തീർന്നിട്ടില്ല, ഇനിയും കൊണ്ട് നമുക്ക് ഈ പറയുന്ന പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ എക്സ്പ്ലനേഷൻ അത് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ചെയ്യാം.